നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ വീണ്ടും വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന സൂചനകൾ CPMൽ ശക്തമാവുകയാണ്. തളിപ്പറമ്പ് മണ്ഡലത്തിൽ നിന്നാണ് MP ഗോവിന്ദൻ കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ചത്. CPM സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചേക്കില്ല എന്ന സൂചനകളും പാർട്ടിയിൽ നിന്ന് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ MP ഗോവിന്ദൻ വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്ന കാര്യം പാർട്ടി വൃത്തങ്ങൾ സൂചന നൽകുന്നുണ്ട്. പിണറായി വിജയനും MP ഗോവിന്ദൻ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. നേരത്തെ MP ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി ആക്കി തിരഞ്ഞെടുത്തപ്പോൾ അദ്ദേഹത്തോട് MLA സ്ഥാനം രാജിവെക്കാൻ പിണറായി വിജയൻ ആവശ്യപ്പെട്ടു എന്നുള്ളൊരു കഥകളൊക്കെ പാർട്ടിയിൽ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ MP ഗോവിന്ദൻ തളിപ്പറമ്പിൽ നിന്ന് തന്നെ മത്സരിക്കണമെന്നാണ് പിണറായി വിജയൻ ആഗ്രഹിക്കുന്നത്. കാരണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ സീറ്റുകളും LDFനും ഇടതുമുന്നണിക്കും അല്ലെങ്കിൽ CPMനും ഒക്കെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ MP ഗോവിന്ദനെ പോലെ ഒരാളെ മാറ്റുന്നത് ഒരുപക്ഷെ അത്രയ്ക്ക് സുഖകരമായിരിക്കില്ല അവിടുത്തെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളൊരു ബോധ്യം പിണറായി വിജയനുള്ളത് കൊണ്ട് MP ഗോവിന്ദനെ മത്സരിപ്പിക്കാനുള്ള വഴികളുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനം തൽക്കാലത്തേക്ക് ഒഴിഞ്ഞാലും അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് MP ഗോവിന്ദൻ നിയമസഭയിലേക്ക് മത്സരിക്കട്ടെ എന്നാണ് ഇപ്പോൾ പിണറായി വിജയൻ നൽകുന്ന സൂചന, അല്ലെങ്കിൽ അങ്ങനെയാണത്രേ പിണറായി വിജയൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം. MP ഗോവിന്ദൻ കണ്ണൂർ നേതാക്കളിൽ അല്ലെങ്കിൽ കണ്ണൂർ ലോബിയിൽ ഏറ്റവും സീനിയറാണ്. ഇപ്പോൾ പിണറായി വിജയനും MP ഗോവിന്ദനും മാത്രമാണ് കണ്ണൂരിൽ നിന്നുള്ള പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾ. പിന്നെയുള്ള പൊളിറ്റ് ബ്യൂറോ അംഗം എന്ന് പറയുന്നത് MA ബേബി കൊല്ലത്തുകാരനാണ്. അതുകൊണ്ട് കണ്ണൂരിൽ നിന്നുള്ള പൊളിറ്റ് ബ്യൂറോ അംഗം എന്നുള്ള നിലയിൽ ഇപ്പോൾ പിണറായി വിജയൻ കഴിഞ്ഞാൽ പാർട്ടിയിലെ സീനിയർ നേതാവ് എന്ന് പറയുന്നത് MP ഗോവിന്ദനാണ്. അപ്പോൾ MP ഗോവിന്ദൻ മത്സരിക്കട്ടെ എന്ന് പിണറായി വിജയൻ പറഞ്ഞതിൽ വേറെ ചില ഉദ്ദേശങ്ങൾ ഉണ്ടെന്നാണ് CPMകാർ തന്നെ പറയുന്നത്. MP ഗോവിന്ദൻ മത്സരിച്ച് അദ്ദേഹം ജയിച്ച് നിയമസഭയിലെത്തിയാൽ ഒരുപക്ഷെ ഭരണം പോയി പിണറായി മാറുന്നൊരവസ്ഥ വന്നാൽ MP ഗോവിന്ദനെ പ്രതിപക്ഷ നേതാവും നിയമസഭാ കക്ഷി നേതാവും ആക്കാമെന്നുള്ള ഒരു വിചാരം പിണറായി വിജയൻ്റെ മനസ്സിലുണ്ടെന്നാണ് ചില കണ്ണൂർ സഖാക്കൾ പറയുന്നത്. ഇനി ജയിച്ചു വരികയാണെങ്കിലോ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം എന്ന് വെച്ചാൽ അടുത്ത തവണ മൂന്നാം തവണ ഭരണം CPMനും ഇടതുമുന്നണിക്ക് ലഭിക്കുകയാണെങ്കിലോ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുകയും അവസാന വർഷങ്ങളിൽ MP ഗോവിന്ദനെ ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുത്തി അദ്ദേഹത്തിന് പിൻവാങ്ങുകയും ചെയ്യാം. അതുകൊണ്ട് കണ്ണൂർ ലോബി അല്ലെങ്കിൽ തൻ്റെ വിശ്വസ്തനായ ഒരാൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകി ഒന്ന് പിൻവാങ്ങാം എന്നുള്ള തീരുമാനം പിണറായി വിജയൻ എടുത്താൽ അത് ഗുണകരമാവുക MP ഗോവിന്ദന് തന്നെയായിരിക്കും. കാരണം മറ്റൊരു നേതാവിനെയും പിണറായിക്ക് പാർട്ടിയിൽ വിശ്വാസമില്ല. കണ്ണൂർ ലോബിയിൽ ഇപ്പോഴും പിണറായി വിശ്വസിക്കുന്ന ഏക നേതാവ്, താൻ പറഞ്ഞാൽ കേൾക്കുമെന്ന് പിണറായി വിജയൻ വിശ്വസിക്കുന്ന ഏക നേതാവ് MP ഗോവിന്ദൻ തന്നെയാണ്. മറ്റ് ജയരാജന്മാർക്കൊന്നും മുഖ്യമന്ത്രി സ്ഥാനം സ്വപ്നം കാണാൻ പോലും കഴിയില്ല. അതിനുള്ള കപ്പാസിറ്റിയും അവർക്കില്ല. എന്നാൽ തെക്ക് നിന്നുള്ള ആളുകൾ കയറി വരുന്നതിൽ പിണറായിക്ക് അല്പം ഒരു അസ്വാരസ്യമുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് MP ഗോവിന്ദൻ തന്നെ വീണ്ടും മത്സരിച്ച് 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തി MP ഗോവിന്ദനെ പ്രതിഷ്ഠിക്കേണ്ടടുത്ത് പ്രതിഷ്ഠിക്കാമെന്നാണ് പിണറായി വിജയൻ ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ള നിർദ്ദേശവും MP ഗോവിന്ദൻ നൽകി കഴിഞ്ഞു. തളിപ്പറമ്പിൽ മത്സരിക്കേണ്ട ആ സീറ്റിൽ ജോൺ ബ്രിട്ടാസ് മത്സരിക്കട്ടെ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ MP ഗോവിന്ദൻ തന്നെ തളിപ്പറമ്പിൽ മത്സരിക്കണമെന്നുള്ള നിർദ്ദേശം പിണറായി വിജയൻ മുന്നോട്ട് വച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നതിൽ മറ്റു പല ഉദ്ദേശങ്ങളും ഉണ്ട് എന്നും CPM വൃത്തങ്ങൾ രഹസ്യമായി സൂചന നൽകുന്നു.